ഹലോ, ഇത് ഈസ്റ്ററിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. ഈസ്റ്ററിൻ്റെ തലേ ദിവസം ഞങ്ങൾ രണ്ടും കൂടെ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ നേരം വെളുത്തിട്ട് ആരുടെ അനക്കമൊന്നും കാണാഞ്ഞിട്ട് ഇറങ്ങി വന്നതാണ്. നോക്കിയപ്പോഴത്തേക്ക് എല്ലാവരും എണീറ്റ് വരുന്നതേ ഉള്ളൂ. ഇത് രണ്ടുപേർ എണീറ്റ് ഓൾറെഡി അവിടെ നോക്കിയിരിപ്പുണ്ട്. ഇതാണ് ഞങ്ങളുടെ സുന്ദരിയും ചിന്നുവും ഓൾറെഡി അവിടെ പ്രസൻ്റ് ആണ് കേട്ടോ. ഇവിടുത്തെ പ്രഭാതങ്ങൾക്ക് ഭയങ്കര ഒരു ഭംഗിയാണ്. പ്രത്യേകിച്ച് ഒരു 7:30-8 മണിയായെന്ന് പറഞ്ഞാലും മഞ്ഞുണ്ടാവും. എത്ര വേനൽക്കാലമാണെന്ന് പറഞ്ഞാലും നല്ല മഞ്ഞത്ത് സൺറൈസ് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൺറൈസിൻ്റെ വീഡിയോ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക എൻ്റെ ഒരു ഇഷ്ട വിനോദമാണ്. കുറച്ച് BGM ഒക്കെ കുത്തിക്കിട്ടിട്ട് ഈ ഒരു കൊന്നയുടെ മുകളിലൂടെ സൂര്യൻ ഉദിച്ച് വരുന്ന ആ ഒരു ഫ്രെയിം എൻ്റെ ഇഷ്ട ഫ്രെയിമാണ്. എൻ്റെ മിക്ക വീഡിയോസിലും അത് കാണാനായിട്ട് പറ്റും. പിന്നെ ഇതൊക്കെ എൻ്റെ അപ്പൻ്റെ കൃഷിത്തോട്ടമുണ്ട്. വന്നു കഴിഞ്ഞാൽ മുറ്റത്തൂടെ ഒരു നടത്തം അത് മസ്റ്റാണ്. ഇങ്ങനെ ഈ ചക്കയും മാങ്ങയും തേങ്ങയൊക്കെ കണ്ട് നടക്കുക എന്നുള്ളത് എൻ്റെ ഇഷ്ട പരിപാടിയാണ്. പിന്നെ ഓൾറെഡി നോട്ടം ഇട്ട് വെക്കും. തിരിച്ചു പോകുമ്പോൾ ഇവിടുന്ന് എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ളത് ഓൾറെഡി ഇങ്ങനെ നോട്ടം ഇട്ട് വയ്ക്കും. രാത്രിയിൽ നല്ല മഞ്ഞ് വീഴ്ച ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മരങ്ങളിലൊക്കെ ഇങ്ങനെ മഞ്ഞുതുള്ളികൾ ഇങ്ങനെ നിൽക്കുന്നത് കാണാനായിട്ട് പറ്റും. മഴയില്ലെങ്കിൽ പോലും എത്ര വേനലാണെങ്കിലും നമ്മൾ രാവിലെ എണീക്കുമ്പോഴത്തേക്ക് മഞ്ഞ് കണങ്ങളൊക്കെ ഇങ്ങനെ ചെടികളിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഷാഡോയ്ക്കൊരു ഫ്രണ്ട് ഉണ്ട്, മാക്സിനെ ഷാഡോയും കൂടെ ഒരുമിച്ച് അയച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കറങ്ങാൻ പോയാൽ പിന്നെ ഈ അടുത്തെങ്ങും വരില്ല. അതുകൊണ്ട് ഓരോരുത്തരെയും ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് അയച്ചു വിടും. ഇത് റോസി ആൻഡ് കുട്ടു. രാവിലെ ഫുഡിന് വേണ്ടിയിട്ടുള്ള ബഹളമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സൈബീരിയൻ ആണെങ്കിലും അതിൻ്റെ യാതൊരു അഹങ്കാരവും കുട്ടുവിനില്ല. ഈ കുഞ്ഞുമണികൾ ഈ സുന്ദരിക്കുണ്ടായ റീസെൻ്റായിട്ടുണ്ടായ കുട്ടികളാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ മാക്സിനും ഷാഡയ്ക്കും കോഴിക്കാല് കൊടുക്കാൻ പോകുമ്പോൾ പൂച്ചകളുടെ ഒരു പ്രതിഷേധ പ്രകടനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങള് രാത്രിയിലാണല്ലോ. പപ്പ രാവിലെ കടയിൽ പോയിട്ടുണ്ടായിരുന്നു. ഈസ്റ്ററിന് ഉണ്ടാക്കേണ്ട സ്പെഷ്യലുകളുടെ എല്ലാം ലിസ്റ്റായിട്ടാണ് പോയത്. പോയി സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരുന്ന അപ്പനെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ടൊരു യുദ്ധക്കളമാണ്. ചിക്കൻ കറിക്ക് വേണ്ട ഗ്രേവി തയ്യാറാക്കുന്ന എൻ്റെ കെട്ടിയോൻ, ചിക്കൻ ക്ലീൻ ആക്കുന്ന ആൻറ്റി. കാരണം എനിക്ക് ബീഫ് കഴിക്കില്ല, ഞാൻ ചൊറിയും. അതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ചിക്കൻ. രാവിലെ അവിടെ അപ്പം ചൂടുന്നു, ഞാനിവിടെ കപ്പ പൊളിക്കുന്നു, അവിടെ അപ്പം ബീഫ് വെട്ടുന്നു, വെളിയിൽ പട്ടിക്കുള്ള കോഴിക്കാല് വെട്ടുന്നു. ആങ്ങള ഭയങ്കര തിരക്കാണ്. എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ രാവിലത്തെ കാപ്പി. അപ്പോൾ അതുപോലെ തന്നെ അപ്പവും ചിക്കൻ കറിയായിരുന്നു കേട്ടോ രാവിലെ. അത് കഴിഞ്ഞിട്ട് താഴെ ഞങ്ങൾ നമ്മുടെ ഒരു അമ്മാവൻ്റെ വീട് പണി നടപ്പുണ്ട്, അവിടെ കാണാൻ പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെള്ളത്തിൽ ചാടാൻ പോകാൻ പ്ലാൻ ചെയ്യുകയാണ്. ഒരു പുതിയ ലൊക്കേഷൻ തപ്പി പോകുന്ന പോക്കാണിത്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾ എൻ്റെ ചാനലിൽ കണ്ടിട്ടുണ്ടാവും. ലാഡ്രം എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് അവിടെ ഒരു തുരങ്കത്തിലൊക്കെ പോയി അവിടെ വെള്ളച്ചാട്ടത്തിൽ പോയി കുളിയും നനയും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 3-4 മണിയായപ്പോഴാണ് കേട്ടോ ഞങ്ങൾ തിരിച്ച് കയറുന്നത്. അവിടെ നിന്ന് ഞങ്ങളൊരു ഉച്ചയാവുന്നതിന് മുന്നേ പോയതാണ്. ഈ ഒരു ലൊക്കേഷൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാത്തവരൊക്കെ പോയി കാണണേ. ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണിത്. സൂക്ഷിച്ചു വേണം പോകാനായിട്ട്. കുറച്ച് ഡേഞ്ചറസ് ആയ സ്ഥലം കൂടെയാണ്. പരിചയമുള്ള ആൾക്കാരുടെ കൂടെ പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇതിൻ്റെ വീഡിയോ കാണാത്തവരൊന്ന് പോയി കാണണം കേട്ടോ. വെള്ളത്തിച്ചാട്ടമൊക്കെ കഴിഞ്ഞ് നനഞ്ഞ് കുളിച്ച് വന്ന് ഞങ്ങൾ അവിടെ ഒരു ചായക്കടയിൽ നിന്ന് ചായയൊക്കെ കുടിച്ചതിന് ശേഷം ആൻറ്റിയുടെ ബർത്ത്ഡേ അഡ്വാൻസ് ആയിട്ട് ആഘോഷിക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ. ഞങ്ങൾ രാവിലെ അവിടുത്തെ ഒരു ചേച്ചിയെ വിളിച്ച് കേക്കിനുള്ള ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. കേക്കൊക്കെ മേടിച്ചുകൊണ്ട് ആൻറ്റി കാണാതെ കൊണ്ട് വീട്ടിൽ കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് കപ്പ ബിരിയാണിയും എല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ സർപ്രൈസായിട്ട് കേക്ക് മുറിക്കുന്ന രംഗമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സർപ്രൈസായിട്ട് ബർത്ത്ഡേ ആഘോഷിച്ചത് ഞങ്ങൾക്ക് അന്ന് വൈകിട്ട് തന്നെ തിരിച്ച് വീട്ടിലോട്ട് വരണമായിരുന്നു കേട്ടോ. അതുകൊണ്ടായിരുന്നു. കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ചതിന് ശേഷം ഞങ്ങളെല്ലാവരും യാത്ര പറഞ്ഞ് പിരിഞ്ഞു. ഇനി അടുത്ത എന്തെങ്കിലും സെലിബ്രേഷൻ വരുമ്പോൾ കാണാം.